നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം SSFന്റെ പരിപാടി ഒരു വർഷം നടന്നു, പിന്നീട് SYSന്റേത് ഒരു വർഷം നടന്നു, ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ അവസാനം എന്ന നിലക്ക് കേരള യാത്രയുണ്ട്. ആ കേരള യാത്ര പഴയ യാത്ര പോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ ഓരോ ജില്ലയിലും ഉസ്താദ് അവറുകൾ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഉസ്താദ് ആരോഗ്യമുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എറണാകുളത്ത് ഉസ്താദിന് ആ പരിപാടിയിൽ നിന്ന് പ്രസംഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ അത് കഴിയുന്നതോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ സെന്റിനറിയുടെ പരിപാടി അതിൻ്റെ സമാപനത്തിലേക്ക് കടന്ന് അതിമഹത്തായ മഹാസമ്മേളനത്തോടുകൂടി അത് നമുക്ക് സമാപിക്കേണ്ടതുണ്ട്. എല്ലാവരും നല്ല ആവേശത്തോടെ, നല്ല മനക്കരുത്തോടെ, നമ്മുടെ സംഘടന അതിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, എന്തേ SYS ഇല്ലെങ്കിൽ പ്രശ്നം, എന്താണ് മുസ്ലിം ജമാഅത്തില്ലെങ്കിൽ പ്രശ്നം? ചിലർക്ക് അങ്ങനെ ഒരു സംശയമാണ്, ഈ സംഘടനയുടെ ആവശ്യം എന്താണ്? നമ്മളൊരു മൗലിദ് ഓതിയാൽ പോരാ. അതിൻ്റെ തെളിവ് നിങ്ങൾ കോഴിക്കോട്ട് വരൂ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ പള്ളി ആരുടെ കയ്യിലാണ്? ഷാദിലി ശൈഖിന്റെ പേരുണ്ടാക്കിയ പള്ളി ആരുടെ കയ്യിലാണ്? എന്തിനധികം പറയണം? ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദ് ദർസ് നടത്തിയ മർഹൂം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുമാ, നമ്മുടെ ഗുരുനാഥന്മാർ ക്ലാസ് എടുത്ത അതേ വാഴക്കാട്ട് ദാറുൽ ഉലൂം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? എന്തിനധികം പറയണം? സുഹൃത്തുക്കളെ, ഒരു സ്ഥാപനം സുന്നികളുടേതാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അതേ ബഹുമാനിച്ച് പുസ്തകം എഴുതുകയും പദ്യമുണ്ടാക്കുകയും ചെയ്തവർക്ക് ക്ലാസ് എടുക്കാൻ അവസരം. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞവർക്ക് പടിക്ക് പുറത്ത് ഈ ഒരു രൂപം എന്തുകൊണ്ടുണ്ടായി എന്നത് നിങ്ങൾ ആലോചിക്കണം. ഇനി ഞാൻ പറയട്ടെ, ഈ എറണാകുളത്ത് ഈ അടുത്ത കാലം വരെ സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിൽ നിന്ന് കുറച്ച് കാലം മറ്റു ചിലർ കയറിക്കൂടി നഷ്ടപ്പെടുത്തിയ പള്ളിയിൽ ഇന്ന് ഉച്ചക്ക് നമ്മൾ മൗലിദ് ഓതിയില്ലേ? അത് ഓതിയത് നമ്മുടെ സംഘടനയുള്ളത് കൊണ്ടാണ്. സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ആ പള്ളി ഇന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മളെ പള്ളി കിട്ടിയിട്ട് എന്താ നമ്മൾ അടവ് കൊടുക്കാനാ? അല്ല, ജുമുഅ സഹീഹാവൂല. മലയാളത്തിൽ ഖുതുബ ഓതും, അപ്പൊ ജുമുഅ സഹീഹാവൂല. അപ്പൊ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ജുമുഅ ബാത്തിലാക്കും. നബിയും സഹാബത്തും പഠിപ്പിച്ച തറാവീഹിന്റെ എണ്ണം ചുരുക്കി നടപ്പാക്കും. നബിയും സഹാബത്തും പഠിപ്പിച്ചത് മുഴുവനും ഇവിടെ നിർമാർജനം ചെയ്യും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് നിലനിർത്തുന്ന ഒരു ടീം ഉണ്ടാകണം. ആ ടീമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പാറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തും SYSും SSFും സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും എല്ലാം അതിനു വേണ്ടി നിലകൊള്ളുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ടീം ഉണ്ടാകണമെന്നും അവരാണ് വിജയികളെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ വിജയികൾ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകരും നേതാക്കളുമാണ്. അതിനാൽ ഞാൻ ഉണർത്തട്ടെ, സംഘടന അത് ഏറ്റവും ഉയർത്തിപ്പിടിച്ച് സംഘടനയുടെ കീഴിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി നടക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി വമ്പിച്ച വിജയമാക്കാൻ ഏറ്റവും മുമ്പിൽ ഉണ്ടാകേണ്ടത് 1989 നമ്മുടെ പ്രസ്ഥാനത്തിന് ഭീഷണി നേരിട്ടപ്പോൾ മഹാനായ PSK തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജി അള്ളാഹു അടുത്തേക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ, അങ്ങനെയുള്ള ഉമറാക്കളെ നേതൃത്വത്തിൽ ഇവിടെ 1989 സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി നെഞ്ഞി വിരിച്ച് വളരെ സുശക്തമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരാണ് എറണാകുളത്തെ സുന്നി മക്കൾ. അത് നിങ്ങളെന്നും നിലനിർത്തണമെന്ന് നിങ്ങളോട് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി തെരുമാറാകട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെയോ സംഘടനയെയോ സ്ഥാപനങ്ങളെയോ തെറ്റിദ്ധരിച്ച നല്ലവരായ ജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ അല്ലാഹു തിരുത്തി തരട്ടെ. ഒരു വ്യക്തിയെയും ആരെയും തെറ്റിദ്ധരിക്കാതെ വളരെ ക്ലിയറായ മനസ്സോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.